അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ നമ്മുടെ ഇന്നത്തെ ഒരു ഊട്ടിയിലെ ഈവനിങ് ആയിരിക്കും കാണാൻ പോകുന്നത്. ഫുഡ് സ്ട്രീറ്റ്, മാർക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വണ്ടി അവിടെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആൾക്കും നല്ല തണുക്കുന്നുണ്ടാവും. സ്വെറ്റർ ഒന്നും ഇല്ല അവൾക്ക്. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ സ്വെറ്റർ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ദാ വിറക്കുന്നത് കണ്ട. ആണെങ്കിൽ ഈ ഒരു ജാക്കറ്റ് ഇട്ടിട്ട് പോലും നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ പോവാണ്. ഇവിടെ നിന്നൊരു ഓട്ടോയിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഓട്ടോ വന്നു, അതുകൊണ്ട് ഓട്ടോയിൽ കയറിയതാണ്. അപ്പോൾ നമ്മൾ ഗാർഡൻ എത്തിയിട്ട് ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഒരാൾക്ക് 100 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും 200 റുപ്പീസ് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഇവിടെ ഫുൾ ഇങ്ങനെ എന്തൊക്കെയോ ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. സ്ഥലത്ത് ഫുള്ള് പണ്ടത്തെ കാടൊക്കെയാണുള്ളത്. എന്താണെന്നറിയില്ല. ഇവിടുന്ന് നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. മലയാളീസും ഉണ്ടായിരുന്നു കൂടുതലായിട്ട്. അവിടെ ഒരു ഹിന്ദിക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെയും ഫോട്ടോ എടുത്തു തന്നു. ഞാൻ അവരുടെയും ഫോട്ടോ എടുത്തു കൊടുത്തു. കേരള, ഇവിടെ കേരള. നമ്മുടെ കേരള എവിടെ ഉണ്ട്? കിയാരൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വെറ്ററൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കിട്ടുമോയെന്ന് നോക്കണം. പിന്നെ ഈ ഒരു ടവൽ ഇവൾ ജനിക്കുന്ന സമയത്ത് ഉണ്ടായതായിരുന്നു. ഇതിലും മൂടിയിട്ടാണ് ഇവളെ കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ ആൾ ഇടയ്ക്ക് അത് കൈയൊക്കെ തട്ടി മാറ്റാറുണ്ട്. കോളേജിൽ നിന്ന് ടൂർ വന്നതാണെന്ന് തോന്നുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുറേ. ചോളം കഴിക്കാൻ പോവുകയാണ്. ചുട്ട ചോളവും ഉണ്ട്, വേവിച്ച ചോളവും ഉണ്ട്. അപ്പം വേവിച്ച ചോളമാണ് പറഞ്ഞത്. ഇവിടെ ഫുള്ള് മാഗി, ചോളം, മാങ്ങ, പൊട്ടറ്റോ ട്വിസ്റ്ററൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും. ഇവക്കുള്ള സ്വെറ്റർ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു. അപ്പോൾ ഈ ഒരു സൈസിലുള്ള സ്വെറ്ററൊക്കെ അവൈലബിൾ ആണ്. ഇവക്കിതാ ഈ ഒരു സ്യൂട്ട് വാങ്ങി. ഇവിടെ ഒരു ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വെറുതെ കുറേ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായതായിരുന്നു. നമ്മളിപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് ടിബറ്റൻ മാർക്കറ്റിലോട്ടായിരുന്നു. അപ്പോൾ അവിടെ ആണെങ്കിൽ ഫുള്ളൊരു ട്രയാങ്കിൾ ഷേപ്പ് പോലെയുള്ള ഡ്രസ്സാണ്. അത് അവർക്ക് പറ്റും. പിന്നെ ഞാൻ പോയ ഷോപ്പിലാണെങ്കിൽ നമ്മളെ നാട്ടിനേക്കാളും ഇവർ വെറുതെ ഡബിളല്ല
ട്രിപ്പിൾ റേറ്റിലാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഡ്രസ്സൊക്കെ. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വന്നതാണ്, പഴമൊക്കെ ക്യാരറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നടക്കുന്നുള്ളതാണ്, അപ്പോൾ ആ ഒരു പഴം ഞാൻ ഇവക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു നടന്നുകൊണ്ട് തന്നെ, കാരണം ആൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മാർക്കറ്റിലോട്ടാണ് നമ്മൾ വന്നത്. ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നും കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഈ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ കളർ ഉണ്ടോ ഇതിൽ? ഇവിടെ ശരിക്കും തമിഴാണല്ലോ ലാംഗ്വേജ്, പക്ഷെ എനിക്ക് എൻ്റെ വായിൽ നിന്ന് കന്നഡ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത് അവിടെ സംസാരിക്കുമ്പോൾ ഒക്കെ. അതെന്താണെന്നറിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ നിന്ന്. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ സൊമാറ്റോന്നും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിയാരിക്ക് ഉള്ള ചോറ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.